ഹലോ, അപ്പം നമ്മുടെ സൺഡേ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറേ ക്രാഫ്റ്റ് ചേർന്ന ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഷവർ ജെല്ലിൻ്റെയോ അല്ലെങ്കിൽ ബാത്ത് ജെല്ലിൻ്റെയോ ഷാമ്പൂവിൻ്റെ എന്തെങ്കിലും കുപ്പി എടുക്കുക. വെളിയിലത്തൊന്നും കളയണമെന്ന് ആവശ്യമില്ല. ജസ്റ്റ് കഴുകി തുടച്ച ശേഷം ഡ്രൈ ആക്കി ഗ്ലൂ വെച്ച് ഫസ്റ്റ് ചണം ഇങ്ങനെ ചേർത്ത ശേഷം ചണോ ത്രെഡോ എന്തെങ്കിലും വേണം. അതിനുശേഷം നമ്മുടെ ചുറ്റി കൊടുത്ത നമ്മുടെ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പ്ലെയിൻനെസ് മാറ്റി എസ്തെറ്റിക് ആക്കാൻ ഇങ്ങനെ ഏതെങ്കിലും ബ്രൗൺ ത്രെഡോ ഇല്ലെങ്കിൽ ഒരു ബോയോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പെയിന്റിങ്ങോ സ്റ്റിക്കറോ എന്തെങ്കിലും വെക്കാം. സിമ്പിൾ ആണ്, ഈസിയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുറേ ക്രാഫ്റ്റ് നമുക്ക് ഒരു വീഡിയോയിൽ കണ്ടാലോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഈസി ആയിരിക്കുകയും ചെയ്യും. ഞാൻ വലിയ മെതഡുകളൊന്നും ഇല്ലാത്ത ഒരു യൂണിക് ആയിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ എങ്ങനെയുണ്ട് എസ്തെറ്റിക് ആയിട്ടുള്ള ഫ്ലവർ പോട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവർ വെക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. കമൻറ്റിലൂടെ അഭിപ്രായം പറയുകയും ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഇതെൻ്റെ പഴയ, ഞാൻ ഒരു കുറേ നാളായിട്ട് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു വെച്ചാണ് നമ്മുടെ പെയിന്റിങ്ങിലൊക്കെ വെള്ളം ബ്രഷ് യൂസ് ചെയ്യത്തില്ലേ, അത് ക്ലീൻ ആക്കാണ്ട് ഇതിനകത്ത് ഒഴിച്ചുകൊണ്ടിരുന്നു. അതിനൊരു മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടി ആദ്യത്തെ അതിൻ്റെ അറ്റിച്ചിരി ബേൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഷാർപ്പായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ലൈറ്റ് പെയിന്റ് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിന്റ് കൊടുക്കാം. പിന്നെ അറ്റത്തെ ആ ഒരു വൃത്തികേട് മാറാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ലേസോ എന്തെങ്കിലും വെക്കാം. ഞാൻ ചുമ്മാ ക്ലേ കൊണ്ട് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്ക് ഓവർ കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാം. പിന്നെ വരയ്ക്കാനുള്ള മടിയും സമയമില്ലായ്മ കൊണ്ട് ഇങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സ് ഇരിക്കില്ലേ, അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് പെയിന്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ഡോട്ടോ ഇട്ട് കൊടുത്താൽ അക്രിലിക് പെയിന്റ് കൊണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മൾ കുറച്ച് എൻ്റെ ഈ ബ്രഷ് എല്ലാം കൂടി ഇട്ട് വെക്കാൻ വേണ്ടി, ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് മാത്രം വെക്കാൻ വേണ്ടി ഒരിത് ഇപ്പം ഞാൻ പേന ഇട്ടെന്നുള്ളൂ. സാധാരണ ഇതിനകത്ത് ബ്രഷ് വെക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അടുത്ത നമ്മുടേത് ഒരു ക്ലേ എടുക്കുക. ആദ്യം തന്നെ ഞാൻ പറയാം, രണ്ട് തരത്തിലുള്ള ക്ലേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ഇച്ചിരി എയർ ഡ്രൈ ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള ക്ലേ ആണ്, സോഫ്റ്റ് ക്ലേ അല്ല. മറ്റേ ക്ലേ ഇല്ലേത് അതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പി എന്തെങ്കിലും റീഫിലിന്റെ മുകളിലോ അല്ലെ എന്തിന്റെ മേലെ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മുടെ സ്പ്രിങ് ഇല്ലേ നമ്മുടെ പേനയ്ക്കകത്തുള്ള, അതുപോലെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കുവാണ്. സ്പ്രിങ് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത് ഞാനൊരു ആമസോൺ ഇങ്ങനത്തെ സാധനം കണ്ടായിരുന്നു. അത് ഈ സാധനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടേതായ രീതിയിൽ. പിന്നെ ഈ താഴത്തെ ഇച്ചിരി ഹാർഡ് ക്ലേ ആയിരിക്കണം, അല്ലെങ്കിൽ അത് സോഫ്റ്റ് ക്ലേ താഴെ ഉപയോഗിച്ചാൽ അതിന് മറിഞ്ഞു വീഴും. അതുകൊണ്ട് കേട്ടോ. ഇനിയുള്ളതൊക്കെ നമുക്ക് സോഫ്റ്റ് ക്ലേ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ചെറിയ കുറെ ബലൂണുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെ. ബലൂൺ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്ത്. കുറച്ച് കമ്പി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ കുറെ ബലൂണുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ സോഫ്റ്റ് ക്ലേയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം കുറെ ബലൂൺ, 2-3 ബലൂൺ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ ബലൂണുകളെല്ലാം കൂടെ കമ്പികളെല്ലാം കൂടെ യോജിപ്പിച്ച ശേഷം ഈ സ്പ്രിങ്ങിനകത്ത് ഫിറ്റ് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവ് രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇതിനകത്തോട്ട് ഈ കമ്പി ഇതിനകത്ത് ഇട്ട് നമ്മൾ ഒരു ആടണം. ഇങ്ങനെ ഒരു സ്പ്രിങ് എന്ന് പറയുന്ന ആടുന്ന സാധനമല്ലേ. ഇനി ഞാൻ അതിനൊരു മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടി ബോയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എൻ്റെ പിങ്ക് കുറച്ചുള്ളതുകൊണ്ട് മിക്സ് ചെയ്ത് ഓറഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേന് ഇങ്ങനെ ആടും കേട്ടോ. അടിയിലത്തെ ഞാൻ പെയിന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആടുന്ന ഒരു സിമ്പിൾ ഡെസ്ക് ഡെക്കോർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അത്ര ക്ലേ ഇല്ലാത്തതുകൊണ്ട് ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറേ ബലൂണുകളും ഹാർട്ട് ഷിപ്പൊക്കെ ഉണ്ടാക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വീട്ടിലെ സോപ്പിന്റെ ഒക്കെ ഈ ബോക്സ് കാണത്തില്ലേ, അതുകൊണ്ട് ചെറിയ ഒരു പെൻ സ്റ്റാൻഡോ അല്ലെങ്കിൽ കുഞ്ഞു ബാഗോ അങ്ങനെയൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റുന്ന ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടാക്കണം. നിങ്ങളുടെ വീട്ടിൽ പാറ്റേൺ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പറിൽ അതൊക്കെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ നമ്മളൊരു ചെറിയ ഒരു ചെക്കിന്റെ രീതിയിലുള്ള ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാണ്. ഇനി നമ്മൾ ഈ കാർഡ്ബോർഡ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് ബോക്സിന് ഒരു മേക്ക് ഓവർ കൊടുക്കുക. അതിന് പൊതിയാണ് ചെയ്യുന്നത്. പൊതി ഞാൻ ഒട്ടിച്ചെടുത്ത് കഴിയുമ്പം പിന്നെ മുകളിലത്തെ ഭാഗം നമ്മൾ കണ്ടിച്ചെടുക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ എടുത്ത് തരും. മുകളിലത്തെ ഭാഗം കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു ബാഗ് ഷേപ്പ് ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ക്യാരി ബാഗ് ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ, നിങ്ങളുടെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സിമ്പിൾ യൂണിക് ആയിട്ടുള്ള ഒരു ബാഗ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ത്രെഡ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും ക്യാരി ബാഗ് എന്തിനെങ്കിലും വെച്ചാൽ മതി കേട്ടോ. അപ്പം അതിനുശേഷം നമുക്കൊരു പ്ലെയിൻ ആയിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിവശത്ത് ഡയറക്റ്റ് ആയിട്ട് പെയിന്റ് ഒട്ടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും, എന്ത് വേണമെങ്കിൽ. അപ്പൊ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്ന, ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ലേസിനെസ് കൂടിയതുകൊണ്ടല്ല കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പടമൊക്കെ വരച്ച് വെക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആർട്ടൊക്കെ ചെയ്ത് വെക്കാം. നോക്കല്ലേ. അപ്പൊ നമ്മുടെ ഒരു കാലിയായിട്ട് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെയാണ് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടത്തില്ലേ. അടുത്ത നമ്മുടെ ക്രാഫ്റ്റ് ഇങ്ങനെയൊക്കെ ക്രീമുകളൊക്കെ കാണല്ലേ. ഇവിടെ പ്രത്യേകിച്ച് വിൻഡോ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്രീമിന്റെ ഒരു ഡബ്ബ എടുക്കാം. അതിനകത്തോട്ട് ഞാനിപ്പോൾ തെർമോക്കോളാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ക്ലേ വെച്ച് ഫുൾ ക്ലേ വെക്കാം. ഫുൾ ക്ലേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തെർമോക്കോൾ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ
ഇഷ്ടം പോലെ പിസ്താ ഷെല്ലുകൾ കാണും. കുറേ നാൾ യൂസ് ചെയ്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ക്യൂട്ടായിട്ടുള്ള ഈസി, ഇതും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ്. ഒരു സോഫ്റ്റ് ക്ലേ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലേ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് എടുത്ത ശേഷം ഈ ആദ്യം പിസ്താ ഷെല്ല് ഒരു റൗണ്ട് ഇതിനകത്ത് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ആദ്യം പറയാം ഗ്ലൂ വെച്ച് വെക്കണം. ആദ്യം ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ ഊരി അങ്ങ് പോയായിരുന്നു കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പം, കാരണം ഉണങ്ങും. അപ്പം ഗ്ലൂ വെച്ചിട്ട് വേണം ഇതിനകത്തോട്ട്, ഗ്ലൂ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഫെവിക്കോൾ വെച്ചാലും മതി കേട്ടോ. അപ്പം ഇത് വെച്ച് കഴിയുമ്പോൾ ഒരു റൗണ്ട് അടിച്ചു. ഇനി അതിന്റെ പുറവശത്തൂടെ ആ ഗ്യാപ്പിൽ ഒരു സൺഫ്ലവർ രീതിയിൽ നമ്മൾ പെയിന്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് പെയിന്റ് അടിക്കാം, യെല്ലോ പെയിന്റ് അടിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഓറഞ്ച് യെല്ലോ മിക്സ് ഒക്കെ. അപ്പം ഞാനിത് പെട്ടെന്ന് ഉണങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓറഞ്ചിൻ്റെ കണ്ടുള്ള ഓറഞ്ച് ചെയ്യും. പിന്നെ നടുക്ക് വെച്ച് ഇങ്ങനെ പഴയ ഏതെങ്കിലും ബ്രഷോ നമ്മുടെ പഴയ ടൂത്ത് ബ്രഷ് വെച്ചോ ഇങ്ങനെ കുറേ കുത്തുകൾ ഉണ്ടാക്കിയ ശേഷം അതിനും കളർ അടിക്കും. നിങ്ങളുടെ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ ബ്ലാക്ക് ആണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഈ കളർ വെക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു കമ്പ് അതിൻ്റെ അടിയിലോട്ട് കയറ്റി വെച്ച് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിന്റ് അടിക്കലാണ്. അതിനുമ്പ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫുൾ ക്ലേ ഇതിനകത്ത് വെക്കാം. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഉള്ള ക്ലേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതും ബ്രൗൺ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ആണ് നല്ലത്, ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വെളിവശം നമുക്ക് വേണമെങ്കിൽ ക്ലേ കൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ക്ലേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ത്രെഡ് കൊണ്ട് വെച്ച ത്രെഡ് അത്ര ശരിയല്ല, കാരണം ഇച്ചിരി ത്രെഡ് ഉള്ളായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇത് ചരട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിന്റ് അടിക്കുക ചെയ്താലും മതി കേട്ടോ. അപ്പൊ നമ്മളിനി സൺഫ്ലവറിന് പെയിന്റ് അടിക്കുവാണ്. ഇതൊന്ന് ഉണങ്ങിയ ശേഷം പെയിന്റ് അടിക്കുക, അല്ലെങ്കിൽ താഴെ പോവും. വേണമെങ്കിൽ ഓറഞ്ച് ചെയ്യാം, യെല്ലോ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. രണ്ടും ചെയ്ത് നോക്കിയാൽ, ഇപ്പൊ ഞാൻ ഓറഞ്ച് ചെയ്തു, യെല്ലോ ചെയ്താൽ ചിലപ്പോൾ ഇച്ചിരി നല്ലതായിരിക്കും. എന്തായാലും നമ്മൾ അതിനൊരു സൺഫ്ലവർ ആക്കി എടുക്കാൻ പറ്റും. ഇനി ലീഫും എനിക്കിവിടെ ഇച്ചിരി കൂടി ലീഫൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് വെച്ച് തന്നെ ലീഫും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ഡെക്കോർ റെഡിയുണ്ട്. അപ്പൊ എല്ലാ ഡെക്കോറും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. സിമ്പിൾ ഈസി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ക്രാഫ്റ്റുകളാണ്. കുറെ ക്രാഫ്റ്റ് ഒന്നിച്ച് ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കാണണം, വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ ഒത്തിരി പേര് കാണുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹത്തോട് ചെയ്ത ക്രാഫ്റ്റുകളാണ്. പിന്നെ കുറെ മാക്സിമം യൂസ് ചെയ്ത് വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് വെച്ചാണ്. അപ്പൊ ഇഷ്ടമെങ്കിൽ ബൈ ബൈ.